പ്രൈസ് ബി ടു ഗോഡ്. ഹല്ലേലൂയ. കോളിളക്കങ്ങൾ നിറഞ്ഞ ഈ ലോകത്തിൽ ദൈവത്തിൽ നമുക്ക് ലഭിക്കുന്ന സ്വസ്ഥത എത്ര വലുതാണ്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നമുക്ക് ലഭിക്കുന്ന ആശ്വാസം എത്ര വലുതാണ്. കഴിഞ്ഞ ദിവസം ഈ ചേർച്ചിൽ കുറേ നാളുകൾ നമ്മളെ സഹായിച്ച ബേബി ചേച്ചി ഈ ലോകം വിട്ട് കടന്നുപോയി. ഇന്നലെ ആയിരുന്നു ബേബി ചേച്ചിയുടെ ഹോം ഗോയിങ് സർവീസ്. ആ ചേച്ചി ഒരുപക്ഷെ പലർക്കും പരിചയം കാണുകയില്ല, മുമ്പുണ്ടായവർക്ക് ഓർക്കുന്നുണ്ടാകും. ബേബി ചേച്ചി ഒത്തിരി സമയങ്ങളിൽ ഇവിടെ കടന്നു വന്ന് ഈ ചേർച്ചൊക്കെ ക്ലീൻ ചെയ്യാൻ, നമ്മുടെ തമിഴ് ആരാധനയിലെ ഒരു മെമ്പറും കൂടി ആയിരുന്നു ബേബി ചേച്ചി. നല്ലൊരു വിശ്വാസി ആയിരുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ ഇന്നലെ ചേർക്കപ്പെട്ടു. ദൈവ കരങ്ങളിൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങളെ ഓർത്ത്, മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കാനായിട്ട് അപേക്ഷിക്കുന്നു. ഹാപ്പി ടു സീ മീനു സിസ്റ്റർ ആഫ്റ്റർ ഫ്യൂ മന്ത്സ് ഓഫ് ബ്രേക്ക്, അല്ലേ? കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഓസ്ട്രേലിയയിലായിരുന്നു. മടങ്ങി വരാൻ കർത്താവ് സഹായിച്ചു, യാത്രയൊക്കെ അനുഗ്രഹിച്ചു, അവിടെയുള്ള സമയങ്ങളെ അനുഗ്രഹിച്ചു. നമുക്ക് കരമടിച്ച് മീനു സിസ്റ്ററിനെ സ്വാഗതം ചെയ്യാം. ഹല്ലേലൂയ. പ്രൈസ് ബി ടു ഗോഡ്. എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് കൂട്ടായ്മ ആചരിക്കാൻ കഴിയുന്നത് എത്ര വിലപ്പെട്ട അനുഭവമാണ്. താങ്ക്സ് ബി ടു ഗോഡ്. ഹല്ലേലൂയ. ആദ്യമായിട്ട് ആരെങ്കിലും കൂട്ടായ്മയിലേക്ക് കടന്നു വന്നുകൊണ്ടോ? നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളെ നോക്കി ആരെയും മിസ് ചെയ്യരുത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് കൂട്ടായ്മ ആചരിക്കുന്നത് എത്ര മനോഹരമാണ്. ഇന്നലെ ശാരദ ആൻ്റിയുടെ ഭവനത്തിൽ വെച്ച് നമ്മുടെ ഫാസ്റ്റിംഗ് പ്രെയർ നടക്കുകയുണ്ടായി. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു കൂട്ടായ്മയായിരുന്നു. അവിടെ അങ്ങനെ ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞു. എല്ലാ മാസവും ഏതെങ്കിലുമൊക്കെ ഭവനങ്ങളിൽ പ്രാർത്ഥന നടക്കുന്നത് നമുക്കെല്ലാവർക്കും അനുഗ്രഹമാണ്. ഇറ്റ് ഈസ് എ ബ്ലെസ്സിങ്. അതുകൊണ്ട് എന്താ പറയുന്നത്, ആരോഗ്യകരമായൊരു മത്സരം അടുത്ത മാസത്തെ മീറ്റിംഗ് എൻ്റെ ഭവനത്തിൽ വെച്ച് വേണമെന്ന് പറയാൻ ഒരു ഉത്സാഹം നിങ്ങളെല്ലാവരും കാണിക്കണമെന്ന്. അനാരോഗ്യകരമായ മത്സരമൊന്നും നമുക്ക് വേണ്ട, ആരോഗ്യകരമായ ഒരു മത്സരം തന്നെ ഉണ്ടായാലും കുഴപ്പമില്ല എന്നുള്ള. സോ ദാറ്റ് ഐ ഡോണ്ട് ഹാവ് ടു ആസ്ക് യു ഓർ പ്ലീഡ് വിത്ത് യു. അങ്ങനെ ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ വളർന്നു വരട്ടെ. ദൈവം അനുവദിച്ചാൽ അടുത്ത മാസം എല്ലാം ഓക്കെ ആണെങ്കിൽ അടുത്ത മാസത്തെ മീറ്റിംഗിൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. കഴിവുള്ളവരെല്ലാം ഏതെങ്കിലും വിധത്തിൽ പങ്കെടുക്കാൻ, എല്ലാ മാസങ്ങളിലും കഴിഞ്ഞില്ലെങ്കിലും ചില മാസങ്ങളിൽ ലീവ് എടുത്തിട്ടാണെങ്കിലും കടന്നു വരാൻ ഉത്സാഹിക്കണം. ഇന്നലെ ആണെങ്കിൽ സിസ്റ്റർ ആഷ ലീവ് എടുത്ത് ആ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ കർത്താവ് സഹായിച്ചു, അഭിനന്ദിക്കുന്നു. സോ ഇറ്റ്സ് ഗുഡ്. സോ ഇറ്റ്സ് എൻ എൻകറേജ്മെൻറ്റ്. അത് നിങ്ങളെയും എൻകറേജ് ചെയ്യുന്നു. ആ ഉത്സാഹം നിങ്ങൾ കാണിക്കണമെന്ന് ഓർപ്പിക്കുന്നു. നമ്മുടെ കൂട്ടായ്മകൾ ഒരിക്കലും നമ്മൾ മുടക്കരുത്. ദൈവത്തിന് സ്തോത്രം ചെയ്ത് ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എൻ്റെ മനസ്സ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായത്തിൽ തന്നെയാണ്. നമ്മൾ ആ വചനഭാഗം വിട്ട് പോയിട്ടില്ല. ആ ഭാഗത്ത് നിന്ന് നമ്മുടെ സഭയോട്, നമ്മളോട് ഓരോരുത്തരോടും ദൈവത്തിൻ്റെ ആത്മാവിന് ശക്തമായ ചില ആലോചനകൾ സംസാരിക്കാനുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്ന വാക്കുകളെക്കാൾ ഉപരി അതിൻ്റെ ഇടയിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് പറയുന്ന വചനങ്ങൾ, there is a word, അത് നിങ്ങളെ ലിബറേറ്റ് ചെയ്യുന്ന വചനങ്ങൾ, അത് സ്വീകരിപ്പാനുള്ള മനസ്സോടെ, ആഗ്രഹത്തോടെ, ജിജ്ഞാസയോടെ ദൈവസന്നിധിയിലായിരിക്കണം. കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. കുഞ്ഞുങ്ങളുടെ സൺഡേ സ്കൂളിലെ ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പം ഞാൻ പറയുന്ന വരികളുടെ ഇടയിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തെ ടോട്ടലി ഫ്രീഡത്തിലേക്ക്, സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തുന്ന ഒരു വചനം, ആ ഒരു വചനത്തിനായി വേണം നിങ്ങൾ കാത്തിരിക്കാൻ. ആ വചനം ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനമാണ്. അത് പരിശുദ്ധാത്മാവ് നമ്മോട് അറിയിക്കുന്ന വചനമാണ്. ആ വചനം മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്നരുളി ചെയ്തതുപോലെ നമ്മെ ജീവിപ്പിക്കുന്ന വചനമാണ്. ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം നമ്മെ ജീവിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ നിർത്തി
ആരെങ്കിലും ഒരാൾ ശബ്ദമുയർത്തി വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും. നിങ്ങളത് അറിയുന്നില്ലയോ? അതേ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ജനത്തിന് കുടിപ്പാൻ കൊടുക്കേണ്ടതിന് ഞാൻ മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് നദികളും നൽകിയിരിക്കുന്നത് കൊണ്ട് കാട്ടുമൃഗങ്ങളും കുറുക്കന്മാരും ഒട്ടകപക്ഷികളും എന്നെ ബഹുമാനിക്കും. ഞാൻ എനിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ജനം എൻ്റെ സ്തുതിയെ വിവരിക്കും. എന്നാൽ യാക്കോബേ, അത്രയും മതി. ഞാൻ എനിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ജനം എൻ്റെ സ്തുതിയെ വിവരിക്കും. ഇവിടെ ഈ വസ്തുതകളെ ഒന്നുകൂടെ ഒന്ന് പുനഃപരിശോധിക്കാൻ ഞാൻ നിങ്ങളെ വിളിക്കുകയാണ്. 18-ാം വാക്യം, മുമ്പുള്ളവ. അവിടെ ഒരു വസ്തുതയാണ്, ഫോർമർ തിങ്സ്, മുമ്പുള്ളവ. അതെന്താണ് എന്ന് ഞാൻ ചുരുക്കമായി പറഞ്ഞു. ഈ ഫോർമർ തിങ്സ് എന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപാട് ബാഗേജുകളുണ്ട്. ഭൂതകാലത്തിൻ്റെ വേദനകളും ചങ്ങലകളും മാനസികമായി രൂപപ്പെട്ട പാറ്റേണുകൾ, ഒരിക്കലും നമുക്ക് വിട്ടുകളയാൻ പറ്റാത്ത കാര്യങ്ങൾ, ദൈവം നമ്മളോട് ക്ഷമിച്ചിട്ടും നമ്മൾ മറക്കാത്ത ക്ഷമിക്കാത്ത തെറ്റുകൾ, ഇങ്ങനെ തുടങ്ങി 100 കാര്യങ്ങൾ ആ ഫോർമർ തിങ്സിൽ ഉൾപ്പെടും. ഇനി ഫോർമർ തിങ്സ് ഇവിടെ എന്താണ് പറയുന്നത്? ക്യാപ്റ്റിവിറ്റിയിൽ ജീവിക്കുന്ന ജനം ഇനി ഒരിക്കലും ഞങ്ങൾ രക്ഷപ്പെടില്ല എന്ന മനോഭാവത്തിൽ ജീവിക്കുന്നവരാണ്. ഇനി എനിക്കൊരു മാറ്റമുണ്ടാവില്ല എന്ന മനോഭാവത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. കാര്യങ്ങളൊന്നും ഇനി മാറില്ല, മാറ്റം വരില്ല. അവർക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു അവരുടെ ക്യാപ്റ്റിവിറ്റിയിൽ നിന്നുള്ള വിടുതൽ. അവർക്കൊരിക്കലും കാണാൻ പറ്റത്തില്ലായിരുന്നു. ദൈവത്തിന് എങ്ങനെ പറയുന്നത്? ഞങ്ങൾ ആ വിടുതൽ പ്രാപിച്ചപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു എന്നാണ്. നിങ്ങൾക്കൊരിക്കലും സ്വപ്നം പോലും കാണാൻ പറ്റാത്ത കാര്യങ്ങൾ ഇത് യാഥാർത്ഥ്യമാണോ എന്ന അനുഭവത്തിലേക്ക് ദൈവം നമ്മളെ ഒന്ന് നടത്തിയാൽ എത്ര മനോഹരമായിരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് ചിന്തിക്കുമാറ് ദൈവത്തിൻ്റെ ഒരു മഹാപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണെങ്കിൽ എത്ര മനോഹരമാണ്. വാസ്തവത്തിൽ ഇവിടെ പറയുന്നത് അതാണ്, മുമ്പുള്ള ജീവിതത്തെക്കുറിച്ച്. ഞാൻ അതിലേക്ക് വരാം. ഇവിടെ ഞാൻ കഴിഞ്ഞ എൻ്റെ മുമ്പിലത്തെ ആഴ്ചയിൽ ഈ ഭാഗം സംസാരിച്ചപ്പം നിങ്ങളോടൊരു പാറ്റേണിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇവിടെ പറഞ്ഞ പാറ്റേണ് ആദ്യം എന്താണ്? മരുഭൂമിയെക്കുറിച്ച് ഇവിടെ മരുഭൂമിയെക്കുറിച്ച് പറയുന്നു, വചനത്തെക്കുറിച്ച് പറയുന്നു. ഇവിടെ എന്തെല്ലാം ഉണ്ട്? മരുഭൂമിയുണ്ട്, വചനമുണ്ട്, വഴിയുണ്ട്, വെള്ളമുണ്ട്. ഇതെല്ലാം ഓരോ റിയാലിറ്റിയെ കാണിക്കുന്നതാണ്. മരുഭൂമി എന്തിനെ കാണിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. മരുഭൂമി എപ്പോഴും ഉണങ്ങി വരണ്ട അവസ്ഥയെ കാണിക്കുന്നു. പക്ഷെ മരുഭൂമി ഉണങ്ങി വരണ്ട അവസ്ഥയല്ല എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. മരുഭൂമിയെക്കുറിച്ച് ചില യാഥാർത്ഥ്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. മരുഭൂമി നമ്മുടെ സ്വഭാവത്തെ രൂപീകരിക്കുന്ന സ്ഥലമാണ്. നമ്മൾ ആ ഭാഗം ഇവിടെ കഴിഞ്ഞ ദിവസം ഏതോ ഒരു ഞായറാഴ്ച ഒരു ദൈവദാസൻ എടുക്കുകയുണ്ടായി. ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൽ നിന്ന്. മരുഭൂമി നമുക്ക് ദൈവത്തെ വെളിപ്പെടുത്തുന്ന സ്ഥലമാണ്. മരുഭൂമി ജനത്തെ ഒരുക്കുന്ന സ്ഥലമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ മരുഭൂമികളും ഇതുപോലെ നമ്മെ ഒരുക്കുന്ന സ്ഥലങ്ങളാണ്. പുറപ്പാട് പുസ്തകം, ആ ഭാഗം വായിക്കേണ്ട, ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം. Praise be to God.
നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും ഞാൻ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിയുവാനുമായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെയും നീ ഓർക്കണം. ശ്രദ്ധിക്കൂ, അവിടെ മരുഭൂമി എന്ന ഒരു ചിന്തയാണ് നമ്മൾ ഇപ്പോൾ ചിന്തിക്കുന്നത്. മരുഭൂമി എന്തിനെയൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്? യഹോവ നിന്നെ താഴ്ത്തി, തൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ചു. അപ്പോൾ ഒരു ടെസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. നിൻ്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിയാനുള്ള, എക്സ്പോസ് ചെയ്ത് അതിന് പരിഹാരം വരുത്താനുള്ള ഒരു സ്ഥലമാണ് ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തി. അപ്പോൾ ഈ മരുഭൂമി ശോധനയുടെ സ്ഥലം മാത്രമല്ല, ആശ്രയത്തിൻ്റെ സ്ഥലം കൂടെയാണ്. നമ്മളുടെ കൊച്ചി പ്രശസ്തമായിരിക്കുന്ന ഒരു കാര്യം എന്താണ്? എണ്ണ ശുദ്ധീകരണശാലയ്ക്കാണ്. ശരിയാണോ? കൊച്ചിയുടെ ഒരു എണ്ണ ശുദ്ധീകരണശാല ഇവിടെയുണ്ട്. വിശ്വാസ ശുദ്ധീകരണശാല ഏതാണെന്നറിയാമോ? അത് മരുഭൂമിയാണ്. നമ്മുടെ വിശ്വാസത്തെ ശുദ്ധീകരിക്കുന്നത് മരുഭൂമിയിൽ വെച്ചാണ്. അപ്പോൾ വിശ്വാസ ശുദ്ധീകരണശാലയായി നമ്മുടെ മരുഭൂമികളെ കാണാനായിട്ട് കഴിയട്ടെ. ചിലപ്പോൾ രോഗത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും അവസ്ഥകളൊക്കെ എണ്ണ ശുദ്ധീകരണശാല പോലെ വിശ്വാസ ശുദ്ധീകരണശാലയായിട്ട് കാണാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പക്ഷെ മരുഭൂമി അതുമാത്രമല്ല, ഇതൊരു കരുതലിൻ്റെ സ്ഥലം കൂടിയാണ്. അവിടെ എങ്ങനെയാണ് അവരെ നടത്തിയത്? താഴോട്ട് വായിച്ചാൽ അവർക്ക് മന്ന കൊടുത്തു. അവർക്ക് ഒരിക്കലും കിട്ടില്ല എന്ന് തോന്നിയ പാറയിൽ നിന്ന്, തീക്കൽ പാറയിൽ നിന്ന് വെള്ളം വന്നു. അവർക്ക് വേണ്ട കൃപ, അവരെ മരുഭൂമിയിൽ അവർക്ക് നടക്കാൻ ആവശ്യമായ അതത് ദിവസം നൽകി. മന്നായുടെ കാര്യം പറയുമ്പം ഒരു ദിവസത്തേക്ക് വേണ്ടിയതാണ് ലഭിക്കുന്നത്. അതത് ദിവസത്തിനുള്ള കൃപയും ബലവുമാണ് ദൈവം നമുക്ക് തരുന്നത്. അപ്പോൾ ഈ മരുഭൂമി ദൈവത്തിൻ്റെ സൂപ്പർ നാച്ചുറലായ കരുതലിൻ്റെ സ്ഥലം കൂടിയാണ്. ഈ കരുതൽ പ്രാപിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മരുഭൂമി ദൈവത്തെ കാണുന്ന സ്ഥലമാണ്. അത് ഞാൻ സൂചിപ്പിച്ചതാണ്. മോശ 40 വർഷം മരുഭൂമിയിലൂടെ നടന്ന് ഈ ഒരു അഭിമുഖം ദൈവമായിട്ടുണ്ടായത് എവിടെയാണ്? ആ സാഹചര്യത്തിലാണ്. ദൈവത്തെ അഭിമുഖീകരിക്കുന്നത് ജീവിതത്തിൻ്റെ മരുഭൂമികളിലാണ്. അവിടെ ദൈവം നമുക്കായി ഇറങ്ങി വരും. പ്രൈസ് ബി ടു ഗോഡ്. ആ എൻകൗണ്ടർ, ജീവിതത്തിൻ്റെ ഏകാന്തതകൾ, ദൈവം നമ്മളുമായി അഭിമുഖമുണ്ടാകുന്ന ഒരവസരമാണ്. ഏലിയാവ് ഹോരേബിൽ ദൈവത്തെ അഭിമുഖീകരിച്ചത് കണ്ടതുപോലെ ദൈവവുമായിട്ട് അഭിമുഖം ഉണ്ടാകുന്ന അനുഭവങ്ങളാണ് ജീവിതത്തിൻ്റെ മരുഭൂമികൾ. അതുകൊണ്ട് ജീവിതത്തിൻ്റെ മരുഭൂമികളെ ഒരിക്കലും നമ്മൾ ചെറുതായി കാണരുത്. അതിലൂടെ ഓരോ ദിവസവും പടിപടിയായി നടക്കുവാൻ ദൈവകൃപയിൽ നമ്മൾ ശരണപ്പെടണം. എങ്ങനെ നടക്കേണ്ടത്? 1 സ്റ്റെപ്പ് അറ്റ് എ ടൈം. പണ്ടൊക്കെ കണ്ണുകെട്ടി കളിക്കാറുണ്ട്. കണ്ണുകെട്ടി കളിക്കുമ്പം നിങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്? നമ്മൾ കണ്ണടച്ച് നടക്കാൻ പറഞ്ഞാൽ വളരെ പതുക്കെ ആണെങ്കിലും നമുക്ക് കാലുകൾ എടുത്തു വെച്ച് നടക്കാൻ പറ്റുന്നത് പോലെ നമുക്ക് നടക്കാൻ ദൈവത്തിൻ്റെ കൃപയിൽ ശരണപ്പെടാൻ കഴിയുമാറാകട്ടെ. അപ്പം നമ്മെ ആന്തരികമായി രൂപപ്പെടുത്താൻ മരുഭൂമികൾ ദൈവം ഉപയോഗിക്കും. ആ മരുഭൂമി ഏത് തരങ്ങളിലുള്ളതാണെങ്കിലും അതിനെ ഉപയോഗിക്കും. രണ്ടാമത്തെ ഇവിടെ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ചാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43 ഇതൊരു വേർഡാണ്. ദൈവജനത്തോടുള്ള ദൈവത്തിൻ്റെ ആലോചനയാണ്. യെശയ്യാവിലൂടെയാണ് സംസാരിക്കുന്നതെങ്കിലും
ഈ ജനത്തോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, നമ്മെ പരിമിതപ്പെടുത്തുന്ന എല്ലാ സാഹചര്യങ്ങളെയും നമ്മൾ പുറകിൽ എറിഞ്ഞു കളഞ്ഞ് പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് ജീവിക്കാൻ ദൈവകൃപയിൽ ശരണപ്പെടാൻ നമ്മളെ ഉദ്ബോധിപ്പിക്കുകയാണ്. മറവി രോഗം പിടിക്കാനല്ല, പിൻപിലുള്ളതിനെ ദൈവത്തിൻ്റെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൻ്റെ പൂർവ്വകാലങ്ങളിൽ ദൈവം പ്രവർത്തിച്ചു, അതോടെ ദൈവപ്രവൃത്തി തീർന്നുപോയി നിന്നുപോയി എന്ന് ചിന്തിക്കരുത്. ഇപ്പോൾ ദൈവം പ്രവർത്തിക്കുന്ന വിധങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് കാണാനൊരു കണ്ണാണ് നമുക്ക് വേണ്ടത്. Now that is a word that is coming strongly to me. ദൈവസഭയോട്, നമ്മളോട് ഓരോരുത്തരോടും ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുന്നൊരു കാര്യം അതാണ്. നമ്മൾ ജീവിതത്തിൽ സാഹചര്യങ്ങളൊന്നും മാറി മറിയുന്നില്ലെന്ന് തോന്നിയാൽ പോലും വചനം വരികയാണ്. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്ന വിധം എന്താണെന്ന് നമ്മൾ കൂലങ്കർഷമായി അന്വേഷിക്കാൻ ശ്രമിക്കാറുണ്ടോ? ഞാൻ അതിലേക്ക് വരാൻ കഴിയട്ടെ എന്ന് ഞാൻ ചിന്തിക്കുന്നു. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്രൈ ആണ്, മരുഭൂമിയാണ്, വെള്ളമില്ല, മന്നായില്ല. പക്ഷെ ഹി ഈസ് ആക്ച്വലി വർക്കിംഗ്. ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കുന്നുണ്ട്. ദൈവം എന്തോ ചെയ്യാനായിട്ട് പോകുന്നു, അവിടുന്ന് വഴി തുറക്കാനായിട്ട് പോകുന്നു. ദൈവം ഒരിക്കലും മരുഭൂമിയെ മാറ്റില്ല. ലിസൺ ടു ദിസ് വെരി കെയർഫുള്ളി. ദൈവം ഒരിക്കലും മരുഭൂമിയെ മാറ്റില്ല. മറിച്ച് എന്താ ചെയ്യുന്നത്? ഒരിക്കലും വഴി ഉണ്ടാവില്ലെന്ന് തോന്നുന്ന മരുഭൂമിയിലൂടെ ദൈവം വഴിയൊരുക്കും. ഒരിക്കലും പുറത്തു വരില്ലെന്ന് തോന്നുന്ന മരുഭൂമിയിലൂടെ, അതിൻ്റെ നടുവിലൂടെ ദൈവം വഴിയൊരുക്കും. ഹല്ലേലൂയ. ഞാൻ ജെഫ്രിയോടൊരു പാട്ട് പ്ലേ ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നു, അരവിന്ദിനോടും. ദൈവം വഴി തുറക്കുന്നതിനെ കുറിച്ചൊരു ഗാനം, ഒരു ഇംഗ്ലീഷ് ഗാനമാണ്. ഇറ്റ്സ് എൻ അമേസിങ് സോങ്. വേ മേക്കർ, മിറക്കിൾ വർക്കർ. ഹല്ലേലൂയ. പൂർവകാലത്ത് ദൈവം അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്, വഴികൾ തുറന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലും വഴി തുറക്കാൻ ദൈവം വിശ്വസ്തനാണ് എന്ന ആ ഒരു സത്യം നമ്മളുടെ ഹൃദയത്തിൽ, നമ്മുടെ ജീവിതത്തിൽ അത് രജിസ്റ്റർ ചെയ്യാൻ ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കട്ടെ. ഈ ഗാനം നമുക്കൊന്ന് കേൾക്കാമോ? നിങ്ങളെ കണ്ണുകൾ അടച്ച് പ്രാർത്ഥനാപൂർവം, ഇംഗ്ലീഷിലാണ് ആ വരികളെങ്കിലും അതിൻ്റെ സാരാംശം ഇതാണ്: ഹി ഈസ് എ വേ മേക്കർ, ഹി ഈസ് എ മിറക്കിൾ വർക്കർ. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ തീർന്നു പോയിട്ടില്ല. അത് ഭൂതകാലത്തിലെ സംഭവമല്ല. ദാറ്റ് ഈസ് നൗ, ഇപ്പോൾ. ഭാവിയിലും മാത്രമല്ല, ഇപ്പോൾ. അതാണ് ആ വചനം പറയുന്നത്. ഹി ഈസ് എ വേ മേക്കർ. മരുഭൂമി മാറ്റാതെ, മരുഭൂമിയുടെ നടുക്കുകൂടെ വഴി തുറക്കുന്ന ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ആ ദൈവത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഈ പാട്ട് നമ്മൾ കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കൂ എൻ്റെ പ്രിയരെ. ഹല്ലേലൂയ. You are here, moving in our midst. I worship you, I worship you. You are here, working in this place. I worship you, I worship you. You are here, moving in our midst. നമ്മുടെ നടുവിൽ അവിടുന്ന് പ്രവർത്തിക്കുന്നുണ്ട്. I worship you. ആ ദൈവ സാന്നിധ്യത്തെ കണ്ടുകൊണ്ട് അവിടുത്തെ ആരാധിക്കുക. You are here, working in this place. I worship you. ഇപ്പോൾ ദൈവത്തിന്റെ മഹാപ്രവൃത്തി നടക്കാൻ പോകുന്നത്
ജീവിതത്തിന്റെ മരുഭൂമികളിലാണ്. You are waymaker, miracle worker, promise keeper, light in the darkness, my God, that is who you are. You are waymaker, miracle worker, promise keeper, light in the darkness, my God, that is who you are. You are here, touching every heart. I worship you, I worship you. You are here, healing every heart. Oh, I worship you, Jesus, I worship you. You're turning lives around. You are here, oh, turning lives around. I worship you, I worship. You're mending every heart. You are here, and you're mending every heart. I worship you, yeah, I worship you, Lord. And you are waymaker, miracle worker, promise keeper, light in the darkness, my God, that is who you are. Yeah, you're the waymaker, waymaker, miracle worker, promise keeper, light in the darkness, my God, that is who you are. Yeah, sing it again. You are, yeah, waymaker, miracle worker, promise keeper, light in the darkness, my God, that is who you are. Oh, it's who you are, Jesus, yeah. And waymaker, miracle worker, promise keeper, light in the darkness, my God, that is, sing, that is who you are. Oh, that is who you are. And that is who you are. Oh, and that is who you are. That is who you are. My Jesus, that is who you are. That is who you are. Oh, we lift you up. That is who you are. That is who you are. My Jesus. Thank you for playing that song. പരിശുദ്ധാത്മാവ് നമ്മളോട് ആ ഗാനത്തിൻ്റെ വരികളിലൂടെ ഇടപെട്ടു എന്ന് ഞാൻ ചിന്തിക്കുക. പരിമിതികളിൽ ജീവിക്കുന്ന, കെട്ടപ്പെട്ട് ജീവിക്കുന്ന, ജീവിതത്തിൽ ഒരു പച്ചിപ്പും തോന്നാത്ത, ആത്മീയമായി വരണ്ടിരിക്കുന്ന അനുഭവങ്ങളുടെ നടുവിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ അതിൻ്റെ നടുവിൽ ഒരു വഴി തുറക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം എന്ന സത്യമല്ലേ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വാസ്തവത്തിൽ ഇസ്രായേൽ ജനം കേവലം ഒരു രക്ഷയാണ് ആഗ്രഹിക്കുന്നത്. അവരുടെ ക്യാപ്റ്റിവിറ്റിയിൽ നിന്ന് ഒരു വിമോചനം മാത്രമാണ്, ഒരു താൽക്കാലികമായ രക്ഷപ്പെടൽ മാത്രമാണ്. പക്ഷെ ദൈവം ഒരുക്കുന്ന വഴി അത് നിത്യമായ വഴിയാണ്, അത് നിത്യതയിലേക്കുള്ള വഴിയാണ്, അത് ജീവന്റെ വഴിയാണ്. ആ വഴിയെക്കുറിച്ചുള്ള സൂചനയാണ് യഥാർത്ഥത്തിൽ ഈ മരുഭൂമിയിൽ ദൈവം തുറക്കുന്ന വഴിയെന്ന് ദൈവത്തിൻ്റെ വചനം കാണിക്കുകയാണ്. ഈ സത്യം എന്നെ വളരെയധികം അമ്പരപ്പിച്ചു. ഏതാണ് ഈ വഴി? യേശുവാണ് ഈ വഴി. യേശുവാണ് ഈ വഴി. He is the way, the truth and the life. എങ്ങനെയാ വഴി തുറന്നത്? ഇസ്രായേൽ ജനം സ്വപ്നത്തിൽ പോലും കാണാത്തൊരു വഴിയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം വായിക്കൂ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ന്റെ 3-ാമത്തെ വാക്യം. കേട്ടോ, ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴി ഒരുക്കുവിൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവിൻ. നിർജ്ജന പ്രദേശത്തും മരുഭൂമിയിലും വഴിയൊരുക്കാൻ പറഞ്ഞ ഈ ശബ്ദം
ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന് നിങ്ങൾ പറയൂ. അത് യോഹന്നാൻ വിളിച്ചു പറയുന്നുണ്ട്. യോഹന്നാൻ 1:23 വാക്യത്തിൽ വായിക്കൂ. യോഹന്നാൻ 1:23. അതില് യെശയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ, ആര് പറഞ്ഞതുപോലെ? യെശയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ, കർത്താവിൻ്റെ വഴി നേരെയാക്കുവിൻ. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം ഞാനാകുന്നു. കർത്താവ് തന്നെയാണ് ആ വഴി. പക്ഷെ കേവലം ജീവിതത്തിൻ്റെ താൽക്കാലിക മരുഭൂമിയിൽ നിന്ന് ഉള്ള രക്ഷപ്പെടലല്ലത്. ജീവിതമെന്ന മരുഭൂമിയിൽ നിന്ന് നിത്യമായ കനാനിലേക്കുള്ള വഴിയായി നമ്മുടെ രക്ഷകൻ തീരുന്നതിൻ്റെ സത്യസൂചനയല്ലേ യഥാർത്ഥത്തിൽ ഇവിടെ നമുക്ക് കാണുന്നത്. നിത്യമായ ആ വഴി അവരുടെ സ്വപ്നത്തിൽ പോലും അവർ കണ്ടതല്ല എൻ്റെ പ്രിയരെ. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം, ഈ അൾട്ടിമേറ്റ് വേ ആയ കർത്താവിനെ കുറിച്ച് തന്നെയല്ലേ ഈ യോഹന്നാൻ വിളിച്ചു പറയുന്നത്. കർത്താവിന് വഴിയൊരുക്കുവിൻ. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം, ഹീ ഈസ് ദി അൾട്ടിമേറ്റ് വേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43:19 നമ്മളിപ്പോൾ വായിച്ചത്. 19 വാക്യം വായിച്ച് അതേ കാര്യം തന്നെ യോഹന്നാൻ പറയുന്നത് നമുക്കറിയാം. നമ്മൾ വായിച്ച ഭാഗമാണെങ്കിലും നമുക്കത് ഒന്നുകൂടെ വായിക്കാം. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും, നിങ്ങളതറിയുന്നില്ലയോ? ഞാൻ മരുഭൂമിയിലൊരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. ഇതൊരു വലിയ സൂചനയാണ്. ഞാൻ നിർജ്ജന പ്രദേശത്ത് ഒരു വഴിയും, മരുഭൂമിയിലൊരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. യോഹന്നാൻ 14:6 അതാണ് സൂചിപ്പിക്കുന്നത്. വായിക്കൂ, യോഹന്നാൻ 14:6. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഏറ്റു പറഞ്ഞാട്ടെ. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ആരും യെശയ്യാ 35:6 മുതലൊന്ന് വായിച്ചേ. യെശയ്യാ 35:6 മുതലുള്ള വാക്യങ്ങൾ. അന്ന് മുടന്തൻ മാനിനെ പോലെ ചാടും, ഊമന്റെ നാവും ഉല്ലസിച്ച് ഘോഷിക്കും. മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് തോടുകളും പൊട്ടിപ്പുറപ്പെടും. മതി. അന്ന് മരീചിക ഒരു പൊയ്കയാവും, വരണ്ട നിലം നീരുറവകളായും തീരും. കുറുക്കന്മാരുടെ പാർപ്പിടത്ത് അവ കടന്ന് സ്ഥലത്ത് തന്നെ പുല്ലും ഓടയും ഞാങ്ങണയും വളരും. മതി. ഇത് ആത്മീയമായി വരണ്ടിരിക്കുന്ന അവസ്ഥയിൽ കർത്താവ് വിളിച്ചു പറഞ്ഞൊരു വാക്യം യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ 7-ാം അധ്യായത്തിൻ്റെ 37-ാമത്തെ വാക്യം വായിക്കൂ, ആ ഭാഗം കൂടെ. എന്നെ അയച്ച പിതാവ് താനും എന്നെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ അവൻ്റെ ശബ്ദം ഒരു നാളും കേട്ടിട്ടില്ല, അവൻ്റെ രൂപം കണ്ടിട്ടില്ല. 7:37-38 ആണോ? അതെ. അതാണ്, ആ വാക്യമാണ്. ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ, എൻ്റെ അടുക്കൽ വരട്ടെ. ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. അടുത്ത വാക്യം കൂടെ 38. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. മരുഭൂമിയിൽ നീരുറവ തുറക്കുന്ന സത്യത്തിൻ്റെ സൂചന ഈ 2 സത്യങ്ങളും ഞാനൊന്ന് ചേർക്കുകയാണ്. നമ്മുടെ ജീവിതമാകുന്ന മരുഭൂമിയിൽ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകാനുള്ള മുഖാന്തരം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതാണ്.
അത് വിശ്വസിക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്നാണ്. അത്രമാത്രം പരിശുദ്ധാത്മാവിൻ്റെ നിറവോടെ ജീവിതത്തിൻ്റെ വരണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമ്മെ നിറയ്ക്കുക മാത്രമല്ല, നമ്മെ സമ്പുഷ്ടീകരിക്കുക മാത്രമല്ല, ശൂന്യമായ അനേകം ജീവിതങ്ങളെപ്പോലും പുഷ്ടി പിടിപ്പിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ ഉപയോഗിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു എന്ന് ഇന്ന് പകൽക്കാലം പറയുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ആൻഡ് യു ഡോണ്ട് സീ എ പോസിബിലിറ്റി, പക്ഷെ ദൈവം അത് ചെയ്യുകയാണ്. ദൈവം അത് വ്യക്തമാക്കുകയാണ്. യെശയ്യാവ് പ്രവചിച്ചത് God would make a way in the wilderness, a divine path of restoration and salvation. രക്ഷ ഒരിക്കലും മനുഷ്യന് അത് പ്രാപിക്കാൻ കഴിയുന്നതല്ലെന്ന് നമുക്കറിയാം. ദൈവം ആ വഴി തുറക്കുകയാണ്, ദൈവം അത് കാണിക്കുകയാണ്. യോഹന്നാൻ 7:37 കണ്ടതുപോലെ He is the way, He is that way. സ്പിരിച്വലി ഡ്രൈ ആയിട്ടുള്ള തലമുറകളുടെ നടുവിൽ നിന്നുകൊണ്ടാണ് കർത്താവ് ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ആ പ്രഖ്യാപനത്തിൽ കർത്താവ് പറയുന്നത് ജീസസ് ഹിംസെൽഫ് ഈസ് ദ സോഴ്സ് ഓഫ് ദ ലിവിങ് വാട്ടർ. കർത്താവ് തന്നെയാണ് ഈ ജീവജലത്തിൻ്റെ സ്രോതസ് എന്ന് കർത്താവ് ഇവിടെ രേഖപ്പെടുത്തുകയാണ്. കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് കൊടുക്കാനായിട്ട് കഴിയുമോ എൻ്റെ പ്രിയരെ? ഹീ ഈസ് ദ ലിവിങ് വാട്ടർ. ഹീ ഈസ് ദ ലിവിങ് വാട്ടർ. ശമരിയക്കാരി സ്ത്രീയോട് പറഞ്ഞപ്പോഴും അത് തന്നെയാണ് കർത്താവ് പറഞ്ഞത്. ഞാൻ കൊടുക്കുന്ന വെള്ളം അവളിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായിത്തീരും. അപ്പോൾ അവളുടെ ജീവിതം വരേണ്ടതാണ്. അവളെപ്പോലെ നമ്മുടെ ജീവിതവും വരേണ്ടതായിരിക്കാം. നമ്മെ എത്രമാത്രം കർത്താവ് നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നു എന്ന സത്യത്തിൻ്റെ ഒരു സൂചനയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത് എൻ്റെ പ്രിയരെ. അതുകൊണ്ട് ഈ യെശയ്യാപ്രവാചകൻ പറഞ്ഞ സത്യത്തിൻ്റെ പൂർണ്ണത ശരിക്കും നമ്മൾ ദർശിക്കുന്നത് കർത്താവായ യേശുവിലാണ്. ഹീ ഈസ് ദ ലിവിങ് വാട്ടർ. അവിടുന്ന് ജീവജലമാണ്. ജീവിതത്തിൻ്റെ മരുഭൂമിയിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ മരുഭൂമിയിൽ ജീവജലത്തിൻ്റെ സ്രോതസ്സായി അവിടുന്ന് നിൽക്കുകയാണ്. അതുകൊണ്ട് നമ്മളൊരു ചത്ത മതത്തിൽ നിന്ന്, മതാചാരങ്ങളുടെ നടുക്ക് നിന്ന് അവിടെ നിൽക്കാതെ, ഓരോ പ്രാവശ്യം വരുന്നു പോകുന്നു എന്ന നിലയിൽ തന്നെ നിൽക്കാതെ, നമ്മളൊരു ജീവൻ്റെ പുതുക്കത്തിലും പുനരുത്ഥാനത്തിൻ്റെ ശക്തിയിലും ജീവിക്കാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ക്ഷണിക്കുകയാണ്. ഞാൻ പുതിയത് ചെയ്യുന്നു എന്നത് ഒരർത്ഥത്തിൽ 2 കൊരിന്ത്യർ 5:17 വാക്യത്തിൻ്റെ ഒരു ധ്വനി കൂടെയാണ്. എന്താണ് ആ ധ്വനി? എന്താണ്? ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കഴിഞ്ഞുപോയി, ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു. ഈ സത്യത്തിൻ്റെ ഒരു ധ്വനിയായി നമുക്ക് ഈ ഭാഗത്തെ കാണാനായിട്ട് കഴിയുമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അതുകൊണ്ട് ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ സത്യത്തിലൂടെ നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ കഴിയുമോ? എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? നമ്മൾ ഇന്ന് ദൈവമുമ്പിൽ സമർപ്പിക്കുന്ന ഒരു പാട്ടുപാടി ആ പാട്ടിലൂടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും മുമ്പിൽ നമ്മളെ താഴ്ത്തുന്നതിനെക്കുറിച്ചാണ് നമ്മൾ പാടിയത്. നമ്മൾ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം ഈ 43-ാം അധ്യായം 18 മുതലുള്ള ഈ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ എങ്ങനെ താഴ്ത്താൻ കഴിയും? ജീവിതത്തെ എങ്ങനെ താഴ്ത്താൻ കഴിയും? ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകളെ ഒന്ന് അടച്ച് ഈ പ്രാർത്ഥന നിങ്ങളുടെ ഉള്ളത്തിലൊന്ന് പറയാമോ? എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഓർമ്മകളും, എല്ലാ റിഗ്രറ്റുകളും, ഭൂതകാലത്തിൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ എല്ലാ പരാജയങ്ങളും വിജയങ്ങളും
ഇപ്പോൾ അങ്ങ് ചെയ്യുന്ന കാര്യങ്ങൾ കാണാതെ വണ്ണം എൻ്റെ കണ്ണിനെ കുരുടാക്കാതെ എൻ്റെ ജീവിതത്തെ ഞാൻ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. ഈ പ്രാർത്ഥന ഒന്ന് പ്രാർത്ഥിക്കാമോ എൻ്റെ പ്രിയരെ? ഇതാണ് പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ എന്നോട് ഇടപെട്ടത്. പൂർവകാലത്തിൽ നമുക്ക് വിജയങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം, പരാജയങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. പൂർവകാലത്തിലെ റിഗ്രറ്റുകളും ഷെയിമുകളും കുറ്റബോധങ്ങളിലും അല്ല ജീവിക്കേണ്ടത്. അതൊക്കെ ഇപ്പോൾ ദൈവം തുടങ്ങാൻ പോകുന്ന, അല്ലെങ്കിൽ ആ തുടങ്ങിക്കഴിഞ്ഞ ദൈവപ്രവൃത്തിയെ കാണാതെ വണ്ണം എൻ്റെ കണ്ണിനെ കുരുടാക്കാൻ അനുവദിക്കരുതേ കർത്താവേ. ഈ മരുഭൂമിയുടെ നടുക്ക് ദൈവം തുറക്കാൻ പോകുന്ന വാതിലുകളെ കാണാൻ, ദൈവത്തിൻ്റെ പ്രവൃത്തികളെ കാണാൻ എന്നെ സഹായിക്കണമേ. തീക്കൽ പാറയായിരിക്കാം, പക്ഷെ ഈ പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടാൻ പോകുന്ന ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ അത് കാണാൻ, അതിലേക്ക് നോക്കാൻ എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ഗോഡ് ക്യാൻ ഡു ഇറ്റ്. ദൈവത്തിന് അത് ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുവാനും ആ ദൈവത്തിൽ സമർപ്പിക്കാനും എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എൻ്റെ ജീവിതത്തെ, എൻ്റെ ഹൃദയത്തെ അവിടുത്തെ പുതിയ പ്രവൃത്തികൾക്കായി തുറക്കുന്നു കർത്താവേ. ഇപ്പോൾ ഞാൻ മരുഭൂമിയിലാണെങ്കിലും ദൈവത്തിൻ്റെ പുതിയ പ്രവൃത്തിക്കായി എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നുവെന്ന് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ പുതിയ പ്രവൃത്തിക്കായി ഞാൻ സമർപ്പിക്കുന്നു കർത്താവേ. കാണാനും ഗ്രഹിക്കാനും എനിക്ക് കണ്ണ് തരണമേ. പൗലോസ് പ്രാർത്ഥിച്ചതുപോലെ പരിശുദ്ധാത്മാവിൽ എൻ്റെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സ്വീകരിക്കാൻ ദൈവമാണ് ഈ പ്രവൃത്തികളിലൊന്നും. there is no human hand. ഇതിലൊന്നും മനുഷ്യന്റെ കരമില്ല, മനുഷ്യന്റെ പരിമിതികളുമില്ല. പരിമിതികളില്ലാത്ത ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കഴിയും എന്ന ആ ഒരു സത്യത്തിലേക്ക് എൻ്റെ ഹൃദയത്തെ ഞാൻ താഴ്ത്തിത്തരുന്നു എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയട്ടെ. മരുഭൂമിയിൽ നദികൾ ഉണ്ടാക്കാൻ ഏത് ടെക്നോളജിക്ക് കഴിയും എൻ്റെ പ്രിയരെ? അല്ലെങ്കിൽ എത്ര കാലം കഴിയും? ഹല്ലേലൂയ. ദൈവത്തിനല്ലാതെ കഴിയുകയില്ല. എൻ്റെ ജീവിതത്തിൻ്റെ വരണ്ട നിലങ്ങളിലൂടെ ദൈവമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ നദി ഒഴുകാൻ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു എന്നൊന്ന് പറയാമോ? Will you pray that prayer? എൻ്റെ ജീവിതത്തിൻ്റെ വരണ്ട നിലങ്ങളിലൂടെ അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ നദിയുടെ പ്രവാഹമുണ്ടാകാൻ, അങ്ങയുടെ മഹത്വം വെളിപ്പെടാൻ ഇടയാകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഭൂതകാലത്തിൻ്റെ ഏത് മെമ്മറിയാണ് ദൈവം ഇപ്പോൾ പ്രവർത്തിക്കുന്ന കാര്യത്തെ കാണാതെ വണ്ണം നമ്മളെ കുരുടാക്കുന്നത് പ്രിയരെ? ഏത് മെമ്മറിയാണ്? ആ മെമ്മറി പരിശുദ്ധാത്മാവ് നമ്മളെ റിമൈൻഡ് ചെയ്യട്ടെ. ഏത് ഓർമ്മകളാണ്, ഏത് നൊമ്പരങ്ങളാണ്, ഏത് ആഘാതങ്ങളാണ് ദൈവം ഇപ്പോൾ പ്രവർത്തിക്കുന്ന കാര്യത്തെ കാണാതെ വണ്ണം നമ്മുടെ കണ്ണുകളെ കുരുടാക്കുന്നത്? പ്രൈസ് ബി ടു ഗോഡ്. കർത്താവേ, എന്നെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിൽ കൊടുക്കാം. എൻ്റെ പ്രിയരെ, നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിൽ കൊടുക്കാം.
ഞാൻ ചില സത്യങ്ങൾ കൂടെ ഇവിടെ നിന്ന് നിങ്ങൾ നമ്മളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. 43:18 മുതൽ ഒന്നുകൂടെ നമുക്കൊന്ന് വായിക്കാം. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും. നിങ്ങളത് അറിയുന്നില്ലയോ? അതേ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ജനത്തിന് കുടിപ്പാൻ കൊടുക്കേണ്ടതിന് ഞാൻ മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് നദികളും നൽകിയിരിക്കുന്നതുകൊണ്ട് കാട്ടുമൃഗങ്ങളും കുറുക്കന്മാരും ഒട്ടകപക്ഷികളും എന്നെ ബഹുമാനിക്കും. ശ്രദ്ധിക്കൂ, ദൈവത്തിൻ്റെ പുതിയ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ പിൽക്കാലത്ത് അല്ലെങ്കിൽ ഭൂതകാലത്ത് സംഭവിച്ച എല്ലാ പ്രവൃത്തികളെക്കാളും വലുതായിരിക്കും. And that is something that we cannot comprehend. പുതിയ നിയമ റിയാലിറ്റിയിൽ ഇതാണ് സത്യത്തിൽ സംഭവിക്കുന്നത്. ലേറ്റർ ഗ്ലോറി ഈസ് ഗോയിങ് ടു ബി ഗ്രേറ്റർ. പക്ഷേ അത് കാണാൻ നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കുക തന്നെ വേണം. നമ്മളെ വിളിച്ചത് എന്തിനാണെന്നുള്ള ബോധം നമുക്കുണ്ടാവണം. നമ്മുടെ ജീവിതത്തിലെ പൂർവകാലത്ത് സംഭവിച്ച കാര്യങ്ങളെ, പരാജയങ്ങളാവട്ടെ, എന്ത് തന്നെ സാഹചര്യങ്ങളാകട്ടെ, വിജയങ്ങളാവട്ടെ, അതൊന്നും ദൈവത്തെ പരിമിതപ്പെടുത്തുന്നില്ല. സാധാരണക്കാരായ 12 പേരെ കൊണ്ട് ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവരാക്കി ദൈവം തീർത്തില്ലേ? ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവരാക്കി തീർത്തില്ലേ? ദൈവം പുതിയ കരുണയുടെ ദൈവമാണ്. He is God of new mercies. ആ വാക്യം നമുക്ക് എല്ലാവർക്കും കാണാൻ അറിയാവുന്നൊരു വാക്യമാണ്. വിലാപങ്ങളുടെ പുസ്തകം 3:22-23 വാക്യങ്ങൾ. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22-23 വാക്യങ്ങൾ വായിക്കുന്നത് നമുക്ക് ബലമാണ്. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു, അവൻ്റെ കരുണ. പറഞ്ഞാട്ടെ, ദൈവത്തിൻ്റെ കരുണ തീർന്നു പോയിട്ടില്ല. അത് രാവിലെ തോറും പുതിയതാണ്. നിന്റെ വിശ്വസ്തത വലിയതുമാണ്. വലിയ വിശ്വസ്തത, പുതിയ കൃപ, അത് രാവിലെ തോറും പുതിയ കൃപയാണ്, പുതിയതാണ്. He is a God of new mercies. പുതിയത് ചെയ്യുന്ന, ഈ ദിവസത്തിന് ആവശ്യമായ പുതിയ കൃപ, പുതിയ ദയ നമുക്ക് നൽകുന്ന ദൈവത്തിലാണ് നമ്മൾ ആശ്രയിക്കുന്നത്. ഒരിക്കലും രക്ഷപ്പെടില്ലെന്ന് വിചാരിച്ച വളരെ മുറിവേറ്റ ഒരു ശുശ്രൂഷകൻ, ജീവിതത്തിൽ ഒരുപാട് തിക്താനുഭവങ്ങൾ നേരിട്ട ഒരു ശുശ്രൂഷകൻ തൻ്റെ ജീവിതം തീർന്നെന്ന് വിചാരിച്ചു. ഇനി എനിക്കൊരിക്കലും ഫലകരമായ ജീവിക്കാൻ കഴിയുകയില്ല എന്ന് വിചാരിച്ചു. തൻ്റെ ഫ്രൂട്ട്ഫുള്ളായുള്ള കാലങ്ങൾ കഴിഞ്ഞു എന്ന് ചിന്തിച്ചു. നമ്മൾ ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? അങ്ങനെ ചിന്തിച്ച ഈ ശുശ്രൂഷകൻ, പ്രശസ്തനായ ഈ മനുഷ്യൻ, ഒരുപാട് കൊല്ലങ്ങൾ ഒരർത്ഥത്തിൽ ഒരു ഇരുളിലെന്ന പോലെ ജീവിച്ചു കഴിഞ്ഞപ്പം വർഷങ്ങൾക്ക് ശേഷം ഈ വാക്യം തന്നോട് ഇടപെട്ടു എന്നാണ് ചരിത്രം. ഈ വാക്യം തന്നോട് ഇടപെട്ടപ്പോൾ ദൈവസന്നിധിയിൽ തന്നെ താഴ്ത്തി തൻ്റെ ജീവിതത്തെ പുനരുജ്ജീവിപ്പിക്കുവാൻ ഈ വാക്യത്തെ ദൈവം ഉപയോഗിച്ച് താൻ ഒരു ശുശ്രൂഷ ആരംഭിച്ചു. താൻ ആരംഭിച്ച ശുശ്രൂഷ എന്താണെന്നറിയാമോ? മുറിവേറ്റ ശുശ്രൂഷകന്മാരെ ശുശ്രൂഷിക്കുന്നൊരു ശുശ്രൂഷ. He started a ministry for the wounded people. മുറിവേറ്റവർക്കായി ആരംഭിച്ച ഈ ശുശ്രൂഷ ഒരുപാട് പേരെ ജീവനിലേക്ക്, റെസ്റ്റോറേഷനിലേക്ക് കൊണ്ടുവരാനായിട്ടിടയാക്കി. ഒരിക്കലും ഫലം ഇല്ലാതായി തീർന്നു എന്ന് ചിന്തിച്ച തൻ്റെ ജീവിതം യൂസ്ലെസ് എന്ന് ചിന്തിച്ച തൻ്റെ ജീവിതം വീണ്ടും ഫലമുള്ളതാക്കി ദൈവം തീർക്കുകയാണ് ചെയ്തത്.
നമ്മുടെ ജീവിതത്തിലെ ഭൂതകാലത്തെ പരാജയങ്ങളും വിജയങ്ങളും ലെറ്റ് ഗോ. എന്നിട്ട് ദൈവം ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന പ്രവൃത്തിയിലേക്ക് നിങ്ങളുടെ കണ്ണുകളെ തുറക്കാനായിട്ട് ദൈവമേ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കാം. ദൈവം ആരംഭിക്കുന്ന പുതിയ പ്രവൃത്തികൾ മിക്കപ്പോഴും, ലിസൺ ടു ദിസ്, ദൈവം ആരംഭിക്കുന്ന പുതിയ പ്രവൃത്തികൾ മിക്കപ്പോഴും മരുഭൂമിയിലോ കഠിനമായ സാഹചര്യങ്ങളിലോ ആയിരിക്കും ഉരുവാകുന്നത്. Now listen to this very carefully. വിൽഡർനെസ്സിന് നമ്മൾ വിശദമായി ചിന്തിച്ചു. വിൽഡർനെസ് നമ്മളെ രൂപപ്പെടുത്തുന്നതിനെ കുറിച്ച്. നമ്മുടെ ജീവിതത്തിൻ്റെ വേദനകൾ നിറഞ്ഞ ഏകാന്തമായ സാഹചര്യങ്ങൾ, അവിടെ ആയിരിക്കും നമ്മുടെ ജീവിതത്തിൽ പുതിയ കാര്യങ്ങൾ പ്രവർത്തിക്കാനായിട്ട് ദൈവം തിരഞ്ഞെടുക്കുന്ന വാതിൽ. ഹാർഡായിട്ടുള്ള സ്ഥലങ്ങളിലാണ് ദൈവം പുതിയ പ്രവൃത്തികൾ ആരംഭിക്കുന്നത്. ഒരു വിത്ത് കുഴിച്ചിടുമ്പോൾ അത് മനോഹരമായി തോന്നാത്തതുപോലെ, അവിടെ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് തോന്നാത്തതുപോലെ, ഒരിക്കലും ദൈവപ്രവൃത്തി നമുക്ക് ലീസ്റ്റ് എക്സ്പെക്റ്റഡ് ആയ സാഹചര്യങ്ങളിലാണ് ഇറ്റ് ഈസ് ഹാപ്പനിങ്. സംതിങ് ഈസ് ഹാപ്പനിങ്. അതുകൊണ്ട് നമ്മുടെ ഹാർഡായിട്ടുള്ള സ്ഥലങ്ങളെ യു സെർച്ച് ഫോർ ഗോഡ്സ് വർക്ക്. അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി, ഇപ്പോഴുള്ള പ്രവൃത്തിയുടെ ആരംഭം അവിടെയാണ് എന്ന നിലയിൽ നമ്മുടെ കണ്ണുകളൊന്ന് ഓടിക്കാൻ ദൈവമേ എന്നെ സഹായിക്കണമേ എന്ന് ആരെങ്കിലും പ്രാർത്ഥിക്കാറുണ്ടോ? ഹാർഡായിട്ടുള്ള സ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെ പുതിയ പ്രവൃത്തി ആരംഭിക്കുകയാണ്. എനിക്ക് ആ വാക്യം അങ്ങനെയല്ലേ പറയുന്നത്? 43-19 വാക്യം അത് തന്നെയല്ലേ പറയുന്നത്? നിർജ്ജന പ്രദേശം, വേസ്റ്റ് ലാൻഡ് എന്നാണ്. ഹൂ വുഡ് എക്സ്പെക്ട് എ വേസ്റ്റ് ലാൻഡിൽ നിന്ന് ദൈവപ്രവൃത്തി ഉണ്ടാകുമെന്ന്? ഈ മരുഭൂമിയിൽ ദൈവപ്രവൃത്തി ഉണ്ടാകുമെന്ന്? പ്രൈസ് ബി ടു ഗോഡ്. സ്വാഭാവികമായി നാച്ചുറലായ സപ്ലൈ ഇല്ലാതാകുമ്പം സൂപ്പർ നാച്ചുറലായ സപ്ലൈ ദൈവം തരും. സ്വാഭാവിക സ്രോതസ്സുകൾ നഷ്ടപ്പെടുമ്പോഴാണ് ദൈവ സൂപ്പർ നാച്ചുറലായ സ്രോതസ് ഉണ്ടാകുന്നത്. മരുഭൂമിയിലെ മഞ്ഞ അതാണ് കാണിക്കുന്നത്. തീക്കൽപ്പാറയിൽ നിന്ന് വെള്ളം അതാണ് കാണിക്കുന്നത്. സൂപ്പർ നാച്ചുറലായ അത്ഭുതങ്ങൾക്ക് സെറ്റിംഗ് ഉണ്ടാവുന്നത് ജീവിതത്തിൻ്റെ കഠിന സ്ഥലങ്ങളാണ്. പക്ഷെ യു മസ്റ്റ് ലുക്ക് ഫോർ ഇറ്റ്. ആ ഭാഗം ഒന്നുകൂടെ എടുത്തേ. നിങ്ങളത് ഗ്രഹിക്കുന്നില്ലയോ എന്ന് ചോദിക്കുന്നുണ്ട്. ഡു യു നോട്ട് പെർസീവ് ഇറ്റ്? നാച്ചുറലി നോട്ട്. കാരണം നമ്മളത് പ്രതീക്ഷിക്കുന്നില്ല. ആ ഭാഗം അങ്ങനെയല്ലേ വായിക്കുന്നത്? ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും, നിങ്ങളത് അറിയുന്നില്ലയോ? നിങ്ങളത് അറിയുന്നില്ലയോ? അപ്പൊ അതിപ്പോൾ ഉത്ഭവിക്കും. ഇറ്റ് ഈസ് ആസ് ഇഫ് ഇറ്റ് ഹാസ് ഓൾറെഡി ബിഗൺ. ദൈവപ്രവൃത്തി അവിടെ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. Now you look to your hard places. അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി ആരംഭിക്കുന്നുണ്ട്. അത് കാണാനുള്ള കണ്ണെനിക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആ ധൈര്യം എനിക്ക് തരണമേ. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ പ്രൊവിഷൻ വരുന്നത് പരിതസ്ഥിതിയിൽ നിന്നല്ല, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നാണ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ പ്രൊവിഷൻ ഒഴുകുന്നത് എവിടെ നിന്നാണ്? ഈ ദൈവസിംഹാസനത്തിൻ്റെ അരികിൽ നിന്ന് ഒഴുകുന്ന ഒരു നദിയുണ്ട്. That will never dry. ആ സ്രോതസ്സിൽ നിന്നാണ് ദൈവം തൻ്റെ നദി ഒഴുക്കുന്നത്.
അതുകൊണ്ട് സ്വർഗത്തിൽ നിന്നുള്ള മന്ന എന്ന് പറയുന്നത്, നോക്കിക്കേ, ദൈവവചനത്തിലൊരു സത്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ദൈവം എപ്പോഴും ദൈവത്തിന് വളരെ സന്തോഷമാണ് റിസോഴ്സുകൾ ഇല്ലാതാകുമ്പോൾ ദൈവശക്തിയാൽ ഒരു വഴി തുറക്കാൻ ദൈവത്തിന് കൂടുതൽ സന്തോഷമാണെന്ന്. God delights in showing his power when resources run dry. സ്രോതസ്സുകൾ വരണ്ടു പോകുമ്പോൾ ദൈവം തൻ്റെ ശക്തി വെളിപ്പെടുത്താൻ അതിയായി വെളിപ്പെടുത്തുന്നതിൽ ദൈവത്തിന് സന്തോഷമാണ്. അപ്പോൾ നമ്മൾ റിയലൈസ് ചെയ്യും. അതുകൊണ്ട് ക്രിട്ടിക്കൽ മൂമെന്റുകളിൽ ദൈവം പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അൺയൂഷ്വലായ ക്രൈസിസിന്റെ നടുക്കാണ്. ചെങ്കടലിൽ അവർക്കിനി രക്ഷപ്പെടാൻ ഒരു വഴിയില്ല, ഇവരുടെ വായിൽ അകപ്പെടുക മാത്രമേ ഉള്ളൂ. ആ ഒരു ക്രിട്ടിക്കൽ മൊമെന്റിൽ ദൈവം തുറക്കുന്ന വാതിലാണ്, ദൈവശക്തിയുടെ പ്രകടനമാണ് നമ്മൾ അവിടെ കാണുന്നത്. ഹല്ലേലൂയ. അവിടെ കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം, നമ്മളെ ദൈവം രൂപപ്പെടുത്തിയത്, നമ്മളെ ഉരുവാക്കിയത് ഭാരപ്പെട്ടും വറി ചെയ്തും ജീവിച്ച് തീർക്കാനല്ല, സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കാനാണ്. അതല്ലേ അവിടെ പറയുന്നത്. ദൈവജനമേ, ആ സത്യമൊന്ന് നമുക്കൊന്ന് ഉള്ളിലൊന്ന് രജിസ്റ്റർ ചെയ്യാമോ? എന്നെ ദൈവം സൃഷ്ടിച്ചത് ചുമ്മാതെ പെറുപെറുത്തും വറി ചെയ്തും ഒക്കെ ജീവിക്കാനല്ല. എനിക്ക് സ്തുതി എന്ന മേലാടയാണ് വേണ്ടത്. ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കാനുള്ള ഒരു കൃപയാണ്. ഭയത്തിലും ആശങ്കകളിലും ജീവിച്ചു പോന്ന നാളുകൾ മതി കർത്താവേ, എനിക്കൊരു വിജയം അതിൽ വേണം. സ്തുതിയോടുകൂടെ ആനന്ദത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ആനന്ദിക്കുന്ന ഒരു ജീവിതം എനിക്ക് തരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് രേഖപ്പെടുത്തുന്ന പത്രോസിൻ്റെ ലേഖനത്തിൽ ഈ വാക്യം എനിക്ക് വളരെ ഇഷ്ടമാണ്. 1 പത്രോസ് 2:9 വാക്യം വായിച്ച്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു. അപ്പം നമ്മുടെ ഐഡന്റിറ്റി എന്തായിരിക്കണം ശരിക്കും? പിറുപിറുപ്പുകാരൻ, ഭയത്തിൽ ജീവിക്കുന്നവൻ, ആശങ്കകളിൽ ജീവിക്കുന്നവൻ, ഈ ഐഡന്റിറ്റി ഒന്നും അല്ല നമുക്ക് വേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ഐഡന്റിറ്റി അല്ല. നമ്മുടെ ടൈറ്റിൽ എന്താണ്? ട്രൂ വർഷിപ്പർ. ട്രൂ വർഷിപ്പർ, ദൈവമഹത്വം റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു ജീവിതം. സ്വർഗത്തിൽ എന്നും പാടിക്കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് നമ്മൾ കാണാറുണ്ട്. സത്യത്തിൽ പാടുന്നതിനേക്കാൾ ഉപരി, പാട്ട് എന്നുള്ള അർത്ഥത്തിലല്ല, ഇപ്പോൾ ഒരു പ്രകാശം തരുന്ന ഒരു നക്ഷത്രം നന്നായി ഷൈൻ ചെയ്യുമ്പോൾ, നന്നായി പ്രകാശിക്കുമ്പോൾ അത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. നമ്മളെ സൃഷ്ടിച്ചതിൻ്റെ ഉദ്ദേശം നിവർത്തിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അപ്പോൾ ഇനി മുതൽ നമ്മൾ എങ്ങനെ അറിയപ്പെടേണ്ടത്? ഒരു വർഷിപ്പർ എന്ന നിലയിൽ, പെറുപെറുപ്പിലും ആശങ്കകളിലും ജീവിക്കുന്നവനെന്ന നിലയിലല്ല. അങ്ങനെ ജീവിക്കാൻ ദൈവമേ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഞാൻ ഈ ഒരു വിദ്യാർത്ഥിയുടെ കഥ കൂടെ പറഞ്ഞിന്ന് ഇവിടെ അവസാനിപ്പിക്കാം. ഒരിക്കലൊരു വിദ്യാർത്ഥി പരീക്ഷ എഴുതി 2 പ്രാവശ്യം തോറ്റുപോയി. ദൈവം എന്നെ മറന്നെന്ന് ഈ വിദ്യാർത്ഥി ചിന്തിച്ചു. ആ വിദ്യാർത്ഥിയോടും ഈ വാക്യമാണ് ഇടപെട്ടത്. ഈ വാക്യം ഇടപെട്ടപ്പം, ആരാധനയുടെ നടുക്ക് ഈ വചനം ഈ വിദ്യാർത്ഥിയോട് ഇടപെട്ടപ്പം ഇത് മനസ്സിൽ വളരെ ആഴത്തിൽ തറച്ചു. അവളുടെ കയ്പ് മാറി.
സമാധാനം ഹൃദയത്തിൽ ദൈവം നിറച്ചു. മൂന്നാമത്തെ തവണ അവൾ പിന്നെയും പരീക്ഷ എഴുതി. അവൾ ജയിച്ചു എന്ന് മാത്രമല്ല, ഈ വിദ്യാർത്ഥി ഒരു തീരുമാനമെടുത്തു. അക്കാഡമിക് പ്രഷർ നേരിടുന്ന കുഞ്ഞുങ്ങളുടെ ഒരു മെൻറ്ററായി, വളരെ പവർഫുള്ളായ ഒരു മെൻറ്ററായി, അവരെ നടത്തുന്ന ഒരു വലിയ അധ്യാപികയായി ഈ സഹോദരി തീർന്നു എന്നുള്ളതാണ്, ഈ വിദ്യാർത്ഥി. അപ്പം അതാണ് അതിൽ ദൈവം ഉദ്ദേശിച്ച ആ സ്ഥാനത്തേക്ക് ആ പെൺകുട്ടി എത്തപ്പെട്ടപ്പോൾ ഷീ ഈസ് ആക്ച്വലി പ്രൈസിങ് ഗോഡ്. അവൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അതാണ് സ്തുതി. അപ്പോൾ സ്തുതി എന്നുള്ളത് നമ്മൾ പ്രതികരണമായി സ്തുതി പാടുന്നു എന്ന അർത്ഥത്തിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്ന തലങ്ങളിൽ എത്തപ്പെടുക, ദൈവത്തിൻ്റെ പുതിയ വഴികൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുന്ന അവസ്ഥകളാണ്, അത് തുറക്കപ്പെടുന്ന അനുഭവങ്ങളാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് നമ്മളെ തന്നെ താഴ്ത്തി ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. ആത്യന്തികമായ വഴിയും സത്യവും ജീവനുമായ കർത്താവിൻ്റെ ജീവൻ, കർത്താവിൽ നിന്ന് പുറപ്പെടുന്ന ആ ജീവജലം അതെൻ്റെ ജീവിതത്തിൻ്റെ വരണ്ട നിലങ്ങളിലൂടെ ഒഴുക്കുമാറാക്കണമേ കർത്താവേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാനിനി പെറുപെറുപ്പിലും ആശങ്കകളിലും ജീവിക്കില്ല. ഒരാരാധകൻ എന്ന നിലയിൽ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുന്ന ഒരു വംശം എന്ന നിലയിൽ ജീവിക്കാൻ എന്നെ സഹായിക്കണമേ കർത്താവേ എന്നതാവട്ടെ നമ്മുടെ പ്രാർത്ഥന. ദൈവം ചെയ്യുന്ന പുതിയ കാര്യങ്ങളെ കാണാതെ വണ്ണം എൻ്റെ കണ്ണ് കുരുടായി പോകരുതേ. ജീവിതത്തിൻ്റെ കഠിന സ്ഥലങ്ങൾ ഞാൻ അതിനെ പലപ്പോഴും അവഗണിക്കാറാണ് പതിവ്. അവിടെയാണ് ദൈവം പുതിയ പ്രവൃത്തികൾ ആരംഭിക്കുന്നത് എന്ന മഹത്തായ സത്യം എന്നെ കേൾപ്പിച്ചതിനായിട്ട് നന്ദി പറയുന്നു കർത്താവേ എന്ന് നമുക്ക് ദൈവത്തോട് പറയാം. ഹല്ലേലൂയ. പ്രൈസ് ബി ടു ഗോഡ്. എൻ്റെ ജീവിതത്തിൻ്റെ വരണ്ട സാഹചര്യങ്ങളെ, എൻ്റെ ഇമോഷൻസിനെ, എൻ്റെ വികാരങ്ങളെ, എൻ്റെ വിചാരങ്ങളെ, എൻ്റെ ഭൂതകാലത്തിലെ വേദനകളെ ഇതെല്ലാം മറന്ന്, ഇതെല്ലാം ഒന്ന് വിട്ടുകളഞ്ഞ് മുൻപിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് ഓടാൻ, എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടാനുള്ള ബലവും കൃപയും കർത്താവേ എനിക്ക് തരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. താങ്ക് യു ജീസസ്. എന്നെ രൂപപ്പെടുത്തിയ ഓരോ അനുഭവങ്ങൾക്കായി ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. എൻ്റെ ജീവിതത്തിൽ പുതുതായി അങ്ങ് ചെയ്യുന്ന പ്രവൃത്തികളെ എന്നെ കാണുമാറാക്കണമേ. Let me see it and perceive it, even though I live in a dry place. മരുഭൂമിയിൽ വഴി തുറക്കുന്ന, പൂർവകാലത്ത് മാത്രമല്ല ഇനിയും എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ, മാറാത്ത നല്ലിടയനായ ഇമ്മാനുവേലായ കർത്താവിൻ്റെ കരങ്ങളിൽ എൻ്റെ ജീവിതത്തെ ഞാൻ താഴ്ത്തി സമർപ്പിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. Praise be to God. പ്രൈസ് ലോർഡ്. ഒന്നുമില്ല,
ജസ്റ്റ് ഞാൻ കഴിഞ്ഞ ആഴ്ച മോർണിംഗ് പ്രേയറിലൊന്ന് കുറച്ച് ദിവസങ്ങൾ എനിക്ക് കയറാൻ പറ്റി. എനിക്ക് വെള്ളിയാഴ്ച നെറ്റ് ഡൗൺ ആയിരുന്നത് കാരണം എനിക്ക് കയറാൻ പറ്റിയില്ല. ഞാൻ എന്താണെന്ന് അറിയാൻ വേണ്ടി വെറുതെ കയറി നോക്കിയതാണ്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല അതിൻ്റെ അകത്ത്. എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. കാരണം നമ്മൾ അത്രയും എഫേർട്ട് എടുത്ത് ആ ഒരു സമയത്ത് 6 മണി തൊട്ട് 7 മണി 7:15 ചിലപ്പോൾ 7:30 വരെ പോകുന്നുണ്ട്. അപ്പം ആ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ കണ്ടിട്ട് എൻ്റെ കണ്ണ് തള്ളിപ്പോയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് പ്രീതിൻ്റെ അടുത്ത് പറയുകയും ചെയ്തു ഒരു ദിവസം ചെന്നപ്പോഴത്തേക്ക്. അപ്പം എല്ലാവരും എടുക്കുന്ന എഫേർട്ട്. കുറച്ച് പേരെ അതിൻ്റെ അകത്തുള്ളൂ. എനിക്കൊന്നു കുറച്ച് പേര് ആൻറ്റിമാരൊക്കെ അതിൻ്റെ അകത്ത് ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്ത് അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് 2-3 വാക്യങ്ങൾ ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ല, എന്നാലും എൻ്റെ മനസ്സിൽ വന്ന് 2-3 വചനങ്ങളൊന്ന് വായിക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം അതിൻ്റെ 14 വാക്യങ്ങൾ. ആരെങ്കിലും ഒരാൾ ആ പറയുന്ന വാക്യങ്ങൾ ഒന്ന് വായിച്ചു പോണേ. എൻ്റെ ഇംഗ്ലീഷ് ബൈബിളായിരിക്കുന്നത്, അപ്പം എനിക്ക് മലയാളം ഇല്ല. അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം അതിൻ്റെ 14 വാക്യം. യാക്കോബിന്റെ മകനായ യൂദ ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിൻ്റെ അമ്മയായ മറിയോടും അവൻ്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോകുന്നു. എനിക്ക് ആ ഒരു വാക്യം, ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോകുന്നു, ആ ഒരു സംഭവമാണ് ഞാൻ അവിടെ കണ്ടത് രാവിലെ. ആ രാവിലത്തെ പ്രെയറിലേക്ക് ഞാൻ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ കുറച്ച് പേര് ഒരുമനപ്പെട്ട് നമ്മൾ പേഴ്സിക്യൂഷന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പം ആ ഒരു പ്രാർത്ഥനയിൽ നമുക്ക് എൻ്റെ ഒരു ചിന്താഗതി ഞാൻ പറയാം, അഭിപ്രായങ്ങൾ വ്യത്യാസം ഉണ്ടാവാം. എൻ്റെ ഒരു ചിന്താഗതി, നമുക്ക് പലർക്കും പല പരിമിതികളുണ്ട്. എനിക്ക് വളരെ പരിമിതികളൊരു മനുഷ്യനാണ്. എനിക്കൊരു വലിയ കുട്ടികളുണ്ട്. എനിക്ക് വേറെ പുറത്തിറങ്ങി എനിക്ക് പ്രവർത്തിക്കാനായിട്ട് എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം എനിക്ക് പറ്റത്തില്ല. എനിക്ക് ആകെപ്പാടെ ചെയ്യാൻ പറ്റുന്നത് പ്രാർത്ഥിക്കാം എന്നുള്ളൊരു കാര്യമാണ് ചെയ്യാൻ പറ്റുന്നത്. അത് നമ്മൾ വേണ്ട എന്ന് വെക്കുക, അല്ലെങ്കിൽ നമ്മൾ മനഃപൂർവ്വം അല്ലെങ്കിൽ അല്ലാതെയോ അതിനായിട്ട് നമ്മൾ എഫോർട്ട് ഇടാതിരിക്കുകയാണെങ്കിൽ അത് ശരിയല്ലെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. നമുക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ, നമുക്ക് വേറെ അധികം നമ്മൾ പ്രയോറിറ്റീസ് ഒന്നും ഇല്ല, അധികമായിട്ടുള്ള അതും തീർത്തും നമുക്ക് ഒഴിവാക്കാനുള്ള പ്രയോറിറ്റീസ് ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും അതിനു വേണ്ടിയിട്ട് എഫോർട്ട് എടുത്തിട്ട് ഒന്ന് കയറുവാണെങ്കിൽ നല്ലതായിരിക്കും ആ പ്രാർത്ഥനയ്ക്ക്. 2 വാക്യം കൂടെ നമുക്ക് വായിക്കാം. അതിനെ ഉറപ്പിക്കുന്ന 2-3 വാക്യങ്ങൾ. 2-ാം അധ്യായം അപ്പോസ്തല പ്രവർത്തനം തന്നെയാണ്. 2-ാം അധ്യായം അതിൻ്റെ ആദ്യത്തെ വാക്യം, 1-ാമത്തെ വാക്യം. അവിടെ മലയാളത്തിൽ ഒന്നിച്ചു കൂടി ഇരുന്നു എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ. ഇംഗ്ലീഷിൽ വരുമ്പോൾ 1 accord in 1 place എന്ന് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഒരുമനപ്പെട്ട് ഒരു സ്ഥലത്ത് കൂടി വന്നു. അപ്പോൾ ആ ഒരുമനപ്പെടൽ അവിടെയും നമ്മൾ കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുമനപ്പെടലിൻ്റെ കുറേ കാര്യങ്ങൾ, അതുപോലെ തന്നെ ആ 2-ാം അധ്യായം തന്നെ അതിൻ്റെ 46-ാമത്തെ വാക്യം. ഒരുമനപ്പെട്ട് ദിനംപ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിൻ്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കണ്ടോ, അവിടെയും ഞാൻ വാക്യങ്ങളിലേക്ക് ഒന്നും നമ്മൾ പോകുന്നില്ല. ഞാൻ അവിടെയും ആ ഒരുമനപ്പെടലിനെയാണ് ഇപ്പം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരുമനപ്പെട്ട് കുറച്ച് പേര് വന്നിട്ട് ഒരുമനപ്പെട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് കുറച്ച് പേരിലൂടെ വ്യാപിപ്പിക്കാൻ പറ്റുമെങ്കിൽ, ചിലർക്ക് എല്ലാ ദിവസങ്ങളിലും കയറാൻ പറ്റത്തില്ലായിരിക്കും. അപ്പം വേറെ കുറച്ച് പേര് വന്ന് നിന്നിട്ട് അതിന് ഒരു ബാക്കപ്പ് ഉണ്ടാവുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇല്ലെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. ഞാനൊരു പ്രോത്സാഹനം എന്നുള്ള രീതിയിൽ പാസ്റ്ററിൻ്റെ അടുത്ത് പറയുന്നത്, എനിക്ക് എങ്ങനെ ഫീൽ ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വണ്ടർഫുള്ളാണ്, എനിക്ക് ഒന്നും പറയാനില്ല അതിൻ്റെ അകത്ത്. അപ്പം നിനക്ക് പറ്റുന്ന രീതിയിൽ ആൾക്കാരെ ഒന്നുകൂടെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചതിൻ്റെ പ്രകാരമാണ് ഞാനിവിടെ നിൽക്കുന്നത്. എല്ലാവരോടും ഞാൻ അപേക്ഷിക്കുകയാണ്, ഒരു 2 വാക്യം കൂടെ, എനിക്ക് 2-3 വാക്യങ്ങൾ ഞാനിങ്ങനെ ഒരു പ്രസംഗത്തിന് വേണ്ടിയിട്ട് നോട്ട് ചെയ്ത് വെച്ചതാണ്. എന്നാലും എനിക്ക് ഈ ഒരു ആപ്റ്റായിട്ടുള്ള സമയം ഇതാണെന്ന് തോന്നിയതുകൊണ്ട് ഞാനത് പറയാണ്. 4-ാം അധ്യായം 24-ാം വാക്യം. അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ചു പറഞ്ഞത്, ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ നാഥനെ. ഓക്കെ, ഒരുമനപ്പെട്ട് അവർ നിലവിളിച്ചു. പല കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഒരുമനപ്പെട്ട് പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നിലവിളി നടക്കുന്നുണ്ട്, പ്രാർത്ഥന നടക്കുന്നുണ്ട്, സ്തോത്രം, സംഗീതങ്ങൾ, കാരണങ്ങൾ എല്ലാം നടക്കുന്നുണ്ട്. അതെല്ലാം ഒരുമനപ്പെട്ട് നമ്മൾ അവിടെ കാണുന്നുണ്ട്. ഒരുമനപ്പെട്ട് എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ 32-ാമത്തെ വാക്യം കൊണ്ട് 4-ാം അധ്യായം 32.
വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു. മതി. ഏക മനസ്സും ഏക ഹൃദയവും ഉള്ളവരായിരുന്നു. അതും ഏകദേശം ഒരുമനപ്പെടുക, അല്ലെങ്കിൽ ആ ഒരേ ഇതിൽ നമ്മളെ പാറ്റേണിൽ നമ്മൾ പോവുക എന്നുള്ളതാണ്. ഒരു വാക്യം, ലാസ്റ്റ് ഒരു വാക്യം കൂടെ വായിച്ച് നമുക്ക് നിർത്താം. 5:12. അപ്പോസ്തലന്മാരുടെ കയ്യാൽ ജനത്തിന്റെ ഇടയിൽ പല അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നു. അവർ എല്ലാവരും ഏക മനസ്സോടെ ശലോമോന്റെ മണ്ഡപത്തിൽ കൂടി വരിക പതിവായിരുന്നു. അവിടെയും ഏക മനസ്സ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ എനിക്ക് തോന്നുന്നു വൺ അക്കോർഡ് തന്നെയാണ് വന്നേക്കുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ഏർജ് ചെയ്യുകയാണ്, എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുവാണ്, നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ വീക്ക് ഡേയ്സിലുള്ള ആ ഒരു പ്രെയറിൽ രാവിലെ പറ്റുന്നവർക്ക് കയറാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക, ശ്രമിക്കുക. ഇപ്പം ചെയ്യുന്നത് വളരെ വളരെ നല്ലൊരു കാര്യമാണ്. കാരണം നമ്മൾ ഒത്തിരി ദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട, അനേക ആൾക്കാർക്ക് വേണ്ടി നമ്മൾ, അനേക ട്രൈബ്സിനൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ട, പല വിശ്വാസത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പല കാര്യങ്ങളും അതിൻ്റെ അകത്ത് നടക്കുന്നുണ്ട്. ഒപ്പം നമുക്ക് ഡെയിലി ഒരു നല്ല വേഴ്സും നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്നുണ്ട്, നമുക്കൊരു വേർഡും നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്നുണ്ട്. നമുക്ക് ആ ഒരു ജീവിക്കാൻ, എനിക്ക് തോന്നുന്നു ആ ഒരു ദിവസം നമുക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടിരിക്കുന്നൊരു വേർഡ് ആ ഒരു പ്രയറിൽ നിന്ന് നമുക്ക് രാവിലെ കിട്ടുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ചെയ്യുന്ന എല്ലാവരോടും, ഇപ്പോൾ ആ പ്രാർത്ഥനയിലുള്ള സോളി ആൻറ്റി എല്ലാവരോടും ഞാൻ വളരെ വലിയൊരു എന്താ പറയുക റെസ്പെക്റ്റാണ് എല്ലാവരോടും. താങ്ക് യു സോ മച്ച്. താങ്ക് യു ബ്രദർ റോജർ, ആ ഒരു എൻകറേജ്മെൻറ്റിന്. ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. അപ്പോൾ ഒരല്പം സന്ദേഹത്തോടെ ആണെങ്കിലും കയറിയപ്പോൾ അത് മനോഹരമായിട്ട് തോന്നി. അപ്പോൾ നമുക്ക് ചില കാര്യങ്ങളെക്കുറിച്ച് മുൻവിധിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇത് നസറയത്തിൽ നിന്ന് എന്ത് നന്മ വരാനാണ് എന്നുള്ളൊരു ഭാവത്തിലാണ് നമ്മൾ ഈ ഓൺലൈൻ കൂട്ടായ്മയ്ക്ക് ഇത്ര വലിയ വിശേഷതയുണ്ടോ എന്നൊക്കെ ചിന്തിക്കും. പക്ഷെ അങ്ങനെയല്ല. അത്രയും രാവിലെ നമുക്ക് ഒരിടത്ത് കൂടാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അത്രയും ത്യാഗം ചെയ്ത് നമ്മൾ വരുമോ? പക്ഷേ ഈ ഒരു ചെറിയ ത്യാഗം ഒരല്പം കഴിച്ച് നമുക്ക് ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞാൽ അത് വളരെ മനോഹരമാണ് എന്ന ഒരു എൻകറേജ്മെൻറ്റാണ് റോജറിൽ നിന്ന് നമുക്ക് കേട്ടത്. അപ്പോൾ ഇത് ഞങ്ങൾ പലപ്പോഴും പറയുമ്പം ഞങ്ങൾ പറയുന്നതാണെന്ന് വിചാരിക്കും, നിങ്ങളെ വെറുതെ പ്രോത്സാഹിപ്പിക്കുന്നതാണെന്ന് വിചാരിക്കാതെ, മൂന്നാമതൊരാൾ ഇത് പറയുമ്പോൾ തികച്ചും നിങ്ങൾക്കത് ഗ്രഹിക്കാൻ കഴിയുമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. സോ എല്ലാ ദിവസവും കയറാൻ പ്രായോഗികമല്ലെങ്കിൽ കൂടെ നിങ്ങൾ ധൈര്യമായിട്ട് കയറാം. നമ്മളൊരു ഫാമിലിയാണ്. നിങ്ങൾ ഒരു ദിവസം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. കാരണം ചിലപ്പോഴൊക്കെ എഴുന്നേക്കാൻ എനിക്ക് പോലും വിഷമം തോന്നാറുണ്ട്. രാവിലെ എഴുന്നേറ്റ് ആ വേർഡൊക്കെ ഒന്ന് ചിന്തിച്ച് പറയാൻ ഒക്കെ ചില സമയത്ത് നമുക്ക് വിഷമം തോന്നാറുണ്ട്. പക്ഷെ കയറാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ ഇറ്റ്സ് ഫൈൻ, വി അണ്ടർസ്റ്റാൻഡ്. അതുകൊണ്ട് നിങ്ങളത് ഉത്സാഹപൂർവ്വം അതിൽ കയറാൻ, പ്രത്യേകിച്ച് അതൊരു മധ്യസ്ഥ പ്രാർത്ഥനയാണ്, ഒരു ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. എല്ലാവരെയും കൂടി റെഗുലറായിട്ട് ഇപ്പോൾ നമ്മളൊരു 4 വർഷത്തിൽ പരമായി അത് ചെയ്യുന്നു. റെഗുലറായിട്ട് ചേർന്ന എല്ലാവരെയും അഭിനന്ദിക്കുന്നു. എനിക്ക് തോന്നുന്നു ജോസഫ് അങ്കിളാണ് അതിൻ്റെ ഒരു ലീഡറെന്ന് വി ക്യാൻ റിയലി സേ ആൻഡ് സല്യൂട്ട് ഹിം ആൻഡ് റിയലി അപ്രീഷിയേറ്റ് ഹിം ആൻഡ് റിയലി അപ്രീഷിയേറ്റ്. ആൻഡ് ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് കഴിയും, ഈ ജോസഫ് അങ്കിളിന് കഴിയുമെങ്കിൽ നിങ്ങൾക്കും കഴിയും. നിങ്ങളെ അതിനായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നു. ഇതൊരു വിഷനും കൂടെയാണ്. ഇത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏതെങ്കിലും വിധത്തിൽ, ഈവൻ ഒരു യുവാക്കളെ ഒരുമിച്ച് കൂട്ടി നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മുടെ യൂത്ത്സ് എല്ലാം കൂടെ ഒരു അരമണിക്കൂർ നമുക്ക് പ്രാർത്ഥിക്കാൻ, സമയമെടുക്കാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. സോ ദിസ് വീക്ക് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇൻറ്റിമേഷൻ ലഭിക്കുമ്പം നിങ്ങൾക്കിനി രാത്രി ഒരു 10-10:30 ആണെങ്കിൽ പോലും കുഴപ്പമില്ല. ഒരു അരമണിക്കൂർ നിങ്ങൾ ആരെങ്കിലും ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് ഞങ്ങളും ജോയിൻ ചെയ്യും, നമുക്കൊരു അരമണിക്കൂർ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ അതിന് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും. വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. ഒത്തിരി ഒരു ബ്ലെസ്സിങ് അതിലുണ്ടാവും. ഒത്തിരി റിവാർഡിങ് ആണത്. അതൊത്തിരി പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണ്. അത് ഏതൊക്കെ വിധത്തിൽ ആ പ്രതിഫലം വരുമെന്ന് പോലും നമുക്കറിയില്ല. സോ ഐ എൻകറേജ് എവ്രി വൺ, നമ്മുടെ ചേർച്ചിലുള്ള എല്ലാവരെയും മോർണിംഗ് പ്രയറിൽ കയറാൻ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും യു ട്രൈ. നിങ്ങളെ ചലഞ്ച് ചെയ്യുന്നു, യു പ്ലീസ് ട്രൈ. നാളെ മുതൽ വെള്ളിയാഴ്ച വരെ ഉണ്ട്. താങ്ക് യു.